വെൽക്കം ടു എജുപോർട്ട്. ഞാൻ മിസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താ, നമ്മൾ പഠിക്കാൻ എങ്ങനെയൊന്ന് സിമ്പിൾ ആക്കുക അല്ലേ, പഠിക്കൽ എങ്ങനെയൊന്ന് സിമ്പിൾ ആക്കുക. ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്, നമുക്ക് അടിപൊളിയായിട്ടും സിമ്പിളായിട്ടും വേഗത്തിലും പഠിക്കണം അല്ലേ. വേഗത്തിൽ പഠിക്കണ്ടേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. നമ്മൾ വേഗത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ചൊന്ന് എന്ത് ചെയ്യണം, നല്ല മാർക്ക് വേണം, നമുക്ക് A ഗ്രേഡ് വാങ്ങണം നമ്മൾ എല്ലാ സബ്ജക്റ്റിലും അല്ലേ. അതിന് വേണ്ടിയുള്ളൊരു ടെക്നിക്കാണ് മിസ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. യെസ്, 3-2-1 ടെക്നിക് അല്ലേ. എന്താ മക്കളെ 3-2-1 ടെക്നിക്? ഈ 3-2-1 എന്ന് കണ്ട് നിങ്ങൾ മാത്സിന് മാത്രമാണ് ഈ ടെക്നിക്ക് യൂസ് ആവാമെന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാ സബ്ജക്റ്റിലും ഇത് അടിപൊളിയായിട്ട് വെക്കാം. ഓക്കെ, 3-2-1 ടെക്നിക്ക് എന്താ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് റീഡ് ദി തിങ് യു നീഡ് ടു റിമെമ്പർ. അതായത് എന്ത് ചെയ്യണം, 3 തവണ നമ്മൾ ഒരു സാധനം വായിക്കാം. നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അത് 3 തവണ വായിക്കാം. ഓക്കെ, ഇനിയോ റിപ്പീറ്റ് ഇറ്റ് അലൗഡ് 2 times. എന്ത് ചെയ്യണം, ഉറക്കെ അല്ലെ, സൗണ്ടിൽ എന്ത് ചെയ്യണം, 2 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഇറ്റ് അല്ലെ, അതായത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി നോക്കുക. ആദ്യം 3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് വായിക്കണം. 2 പ്രാവശ്യം ഉറക്കെ വായിക്കുക, പിന്നെ അതൊന്ന് 1 പ്രാവശ്യം എഴുതി നോക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ മിസ് ഒരു കാര്യം പറയട്ടെ, ഇത് കൂടാതെ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് മിസ് എക്സ്ട്രാ പറഞ്ഞുതരാം. ഒന്നാമത്തെ ആണ് റിവിഷൻ. ഓക്കെ, അതായത് നിങ്ങൾ മൺഡേ ടു സാറ്റർഡേ ആണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതെങ്കിൽ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. അതായത് എങ്ങനെയായാലും നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് മറവി. നമ്മളോട് എല്ലാവരോടും എന്ത് ചെയ്യും, മറന്നു പോകും മക്കളെ. അത് യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ മറവീനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ മെത്തേഡാണ്, നിങ്ങൾക്കിപ്പം എന്താ കമ്പൈൻ സ്റ്റഡി ഇഷ്ടമാണ്, അങ്ങനത്തെ മക്കളുള്ള അങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ഓക്കെയാണ്. പിന്നെ മിസ് രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ടീച്ച് ചെയ്യുക. ആരെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ച് ചെയ്യുക. ടീച്ചിങ്ങിലൂടെ പഠിപ്പിക്കാം. ഇനിയിപ്പം മുന്നിൽ ഒരാളില്ലെങ്കിൽ ഒരാളുള്ള പോലെ സങ്കല്പിച്ചിട്ട് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം. അല്ലെങ്കിൽ എന്താ മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങളോട് ഓരോ കാര്യങ്ങളും മറന്നു പോവുക. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പം ഒരു കാര്യങ്ങളും പഠിക്കില്ല. നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടായിരിക്കും അത് പഠിക്കുന്നുണ്ടാവുക. മിസ്സിനൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ്. പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ പഠിച്ചിട്ട് പോയുള്ളൂ. പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ പറയുന്നത് അയാൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവണം എന്നൊക്കെയുള്ള തോട്ട് വെച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അത് വളരെ സിമ്പിൾ ആയിട്ടും ക്ലിയർ ആയിട്ടും പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെക്ഷൻ അല്ലേ, ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാം വർക്ക് ആവണമെന്നില്ല, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ടീച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് എന്തായിരിക്കും, അടിപൊളിയായിട്ട് യൂസ് ആവും. ബാക്കിയുള്ള മെത്തേഡ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ ടെക്നിക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കുറേ ടെക്നിക്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതിന് മുന്നേ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ മിസ് ഒരു കാര്യം പറയട്ടെ, യെസ്, ക്ലാസ് 5 മക്കൾക്ക് നമ്മൾ സിലബസ് ഒക്കെ വേഗം പഠിക്കേണ്ടതില്ലേ. ബേസിക് സയൻസിന് 3 ചാപ്റ്റർ ഉണ്ട്, സോഷ്യൽ സയൻസിന് 4 ചാപ്റ്റർ ഉണ്ട്, മാത്സിൽ പിന്നെയും 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. ഇത് കൂടാതെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റർ പിന്നെയും പഠിക്കാനുണ്ട്, ഒക്കെ പഠിക്കാനുണ്ട്. പാറ്റേൺ മാറി ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എജുപോർട്ടിൻ്റെ ക്ലാസ് 5 പ്രീ ബൂസ്റ്റർ ബാച്ച്. ഓക്കെ, ഈ ഒരു ചെറിയ പ്രൈസിലാണ് അല്ലേ, 1799. ഈ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് 1 ഇയർ കോഴ്സ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നവംബർ 13 വരെ മാത്രമേ എന്തുള്ളൂ ഈ ഒരു ഓഫർ നിങ്ങൾക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ടും സിമ്പിളായിട്ടും പഠിക്കണമെങ്കിൽ നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിൽ വന്നാൽ മതി. റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, MCQ സെക്ഷൻസ്, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, എജുപോർട്ടിൻ്റെ തന്നെ മോഡൽ എക്സാം, ലൈവൊക്കെ ആകുമ്പോൾ മിസ്സും മക്കളായിട്ട് നല്ലതും സംസാരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉഴപ്പാനൊന്നും പറ്റില്ല കേട്ടോ. പേഴ്സണൽ മെൻറ്റർഷിപ്പ്, നിങ്ങൾ ഒരു ദിവസം ക്ലാസ് കാണാണ്ടായാൽ നിങ്ങളെ വീട്ടിൽ വിളിക്കും, എന്താണ് ക്ലാസ് കാണാതെന്ന് ചോദിക്കും. അപ്പോൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഒക്കെ ഉണ്ടാകും. അടിപൊളിയായിട്ട് ക്ലാസ് പഠിക്കാൻ പറ്റും. മിസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇത് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട് പ്രീ ബൂസ്റ്ററിന്റെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഫോം ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ വേഗം തന്നെ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഇനിയുള്ള മാത്സിന്റെ ട്രിക്സ്, സയൻസിന്റെ ട്രിക്സ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ, അങ്ങനത്തെ കുറേ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ വരുന്നതായിരിക്കും. കുഞ്ഞു വീഡിയോസ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.